وإذ يرفع إبراهيم القواعد من البيت وإسماعيل ربنا تقبل منا إنك أنت السميع العليم. അള്ളാഹുവിന്റെ കഅബ ഉണ്ടാക്കാൻ പറഞ്ഞ് ആ കഅബ ഉണ്ടാക്കിയെടുത്തതിന്റെ ശേഷം കഅബ ഇങ്ങനെ പരിപൂർണമായി നിൽക്കും. അതിലേക്ക് നോക്കിയിട്ട് ഇബ്രാഹിം അലൈഹിസ്സലാമും കൊച്ചുമകൻ ഇസ്മാഈൽ അലൈഹിസ്സലാമും ദുആ ചെയ്തു, റബ്ബനാ, അല്ലാഹുവേ, തഖബ്ബൽ മിന്നാ, ഞങ്ങളിൽ നിന്ന് ഇത് സ്വീകരിക്കണമേ. എന്താണ് ആ ദുആ? ഉണ്ടാക്കിയത് കഅബയാണ്. ഉണ്ടാക്കിയത് കൊണ്ട് കാര്യമായോ? അല്ലാഹുവേ, നീ ഇത് സ്വീകരിക്കണം പടച്ചവനെ എന്ന് കഅബ ഉണ്ടാക്കിയിട്ട് പോലും പ്രാർത്ഥിച്ച മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാം നമുക്ക് നൽകുന്ന പാഠം എന്താണ്? ഞാനൊരു ഉംറ ചെയ്തല്ലോ, മതിയല്ലോ? അല്ല, പടച്ചവനെ, ഞാൻ ചെയ്ത ഉംറ നീ സ്വീകരിക്കണേ അല്ലാഹ് എന്ന് ദുആ ചെയ്യണം. ഹജ്ജ് ചെയ്ത് വന്നാ പോരാ, ആ ചെയ്ത ഹജ്ജ് നീ സ്വീകരിക്കണം റബ്ബേ. കഅബ എന്ന് പറഞ്ഞ വലിയൊരു ജോലി ചെയ്തിട്ട് ഇത് കഅബല്ലേ, ഇത് കണ്ടുകൂടെ, എത്ര വലിയ അമല് ചെയ്തിട്ട് ഇനി എന്തിനത് ചോദിക്കണം? അല്ല, നീ സ്വീകരിക്കണം പടച്ചവനെ. റബ്ബനാ തഖബ്ബൽ, ഇതല്ലേ ദുആ, റബ്ബനാ തഖബ്ബൽ മിന്നാ. ഒരു കർമ്മം അങ്ങോട്ട് ചെയ്തു കൂട്ടലല്ല, അതിൽ അള്ളാഹുവിനെ മുൻനിർത്തി നമ്മൾ ചെയ്തോ എന്നതാ വിഷയം. സുബ്ഹാനല്ലാഹ്. മഹാനായ താഊസ് ഇബ്നു കൈസാൻ റളിയല്ലാഹു അൻഹു ഒരു സംഭവം പറയുന്നുണ്ട്, ദീർഘമായ സംഭവം, അതിന്റെ അവസാന ഭാഗത്തേക്ക് മാത്രം പറയാം. ഒരാളിങ്ങനെ കഅബ തവാഫ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അന്ന് ഹജ്ജാജ് ഇബ്നു യൂസുഫ് അന്ന് ഹജ്ജിന് വന്ന സമയമാണ്. അദ്ദേഹം വലിയ ഖലീഫയാണ്. ഹജ്ജാജ് ഇബ്നു യൂസുഫ് ഭരിച്ചത് ഇറാഖിലാണ്. പക്ഷെ അന്ന് മുസ്ലിം ലോകം ഇറാഖിന്റെ അണ്ടറിലാണ്. കഫാ ബിഹി ളാലിമ എന്ന ഷാഫി ഇമാമിന്റെ സർട്ടിഫിക്കറ്റ് ഉണ്ട്. ളാലിം, അക്രമി എന്ന് പറയാൻ ഹജ്ജാജ് ഇബ്നു യൂസുഫ് കഴിഞ്ഞിട്ട് ഒരാളില്ല. അങ്ങനത്തെ ഒരുപാട് ആളുകൾ ഉപദ്രവിച്ച ഖലീഫയായിരുന്നു ഹജ്ജാജ് ഇബ്നു യൂസുഫ്. പിൽക്കാലത്ത് വന്ന അദ്ദേഹത്തിന്റെ ചില നന്മകളുണ്ട്. പക്ഷെ ഷാഫി ഇമാമ് പറഞ്ഞു, കഫാ ബിഹി ളാലിമ, അക്രമി എന്ന് പറയാൻ ഹജ്ജാജ് ഇബ്നു യൂസുഫിനെ പറ്റി പറയാൻ പറ്റും, അവൻ അക്രമി തന്നെയാണ്. ഒരുപാട് താബിഈങ്ങളെ വധിച്ചിട്ടുണ്ട് അകാരണമായി, ഒരു പ്രശ്നമില്ലാതെ. അങ്ങനൊക്കെ ദുൽമ് ചെയ്ത ആളാണ്. പക്ഷേ ആള് വന്നു, അദ്ദേഹം ഉംറ ചെയ്യാൻ വേണ്ടി, ഹജ്ജിന് വേണ്ടി വന്നു. അങ്ങനെ കഅബന്റെ അടുത്ത് ഇന്നത്തെ ബിൽഡിങ്ങുകളൊന്നുമില്ല, അവിടെ ടെന്റ് കെട്ടി, മതാഫിന്റെ അടുത്ത് ടെന്റ് കെട്ടി അതിനുള്ളിൽ ഇരിക്കുകയാണ്. അങ്ങനെ ഇരിക്കുമ്പോ മഹാനായ താഊസ് ഇബ്നു കൈസാൻ റളിയല്ലാഹു അൻഹു വലിയ മഹാനാണ്, വലിയ പണ്ഡിതനാണ്. അദ്ദേഹത്തെ വിളിച്ചു വരുത്തി ഹജ്ജാജ് ഇബ്നു യൂസുഫ്. അവർക്കൊക്കെ അങ്ങനെ അക്രമികളാണെങ്കിലും പണ്ഡിതന്മാരെ വിളിക്കും, ഇരുത്തിയിട്ട് എനിക്ക് ഉപദേശം തരൂ എന്ന് പറയും. പണ്ഡിതന്മാർ ഉപദേശിച്ചാൽ ഇരുന്ന് പൊട്ടി പൊട്ടി കരയും. അങ്ങനെ കുറെ നേരം തആലു നുഅ്മിൻ സഅ, കുറച്ചു നേരം നമുക്കൊന്ന് ഈമാൻ കിട്ടട്ടെ എന്ന് പറഞ്ഞ് അങ്ങനെ അന്നത്തെ രാജാക്കന്മാർക്ക് സ്വഭാവം ഉണ്ടായിരുന്നു. ആലിമീങ്ങളെ വിളിച്ചു, ഒന്ന് ഉപദേശിച്ചു തരൂ എന്ന് പറയും, എന്നൊന്ന് കഴുകി തരൂ. ആ ഉപദേശം